ഇയാൾ ഷോപ്പിങ്ങിനായി കാശ് ചിലവാക്കാറില്ല. ന്യൂസ് വായിക്കാൻ പൊക്കമില്ലാത്ത ആളെ പോലെ നടന്ന് ഒരു കടയിൽ നിന്ന് ന്യൂസ് പേപ്പർ മോഷ്ടിക്കുന്നു. റൂമിന് റെന്റ് കൊടുക്കാതിരിക്കുന്നതിനായി ഓണർ കാണാതെ ഒളിച്ചാണ് പോകുന്നത്. മാത്രമല്ല ഫ്രീ ആയി ഷോപ്പിംഗ് നടത്തുന്നതിനായി അയാൾ സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും കയ്യിൽ അവരറിയാതെ തന്നെ ഓരോ സാധനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു. ഒരു എംപ്ലോയിയുടെ തലയിലും ഒരു ഹെയർ പിൻ വെക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ബില്ല് പേ ചെയ്ത് പുറത്തിറങ്ങാൻ തുടങ്ങിയതും അലാറം അടിക്കാൻ തുടങ്ങുന്നു. അത് ചെക്ക് ചെയ്യാനായി സ്റ്റാഫ് വന്നതും അപ്പോഴും അലാറം അടിക്കുന്നു. അലാറം കംപ്ലൈന്റ് ആയതാണെന്ന് വിചാരിച്ച് ആ ലേഡി അത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പോകാൻ പറയുന്നു. എല്ലാവരും പുറത്തിറങ്ങുന്നതിനനുസരിച്ച് സൂപ്പർ മാർക്കറ്റിലെ അലാറം കൂട്ടത്തോടെ മുഴങ്ങാൻ തുടങ്ങുന്നു. ആ തക്കത്തിന് ഇയാൾ തന്റെ കോട്ടിനകത്ത് നിറയെ ആവശ്യമുള്ള സാധനങ്ങൾ ഒളിപ്പിച്ച് ഒരു ബബിൾ ഗമ്മിന് മാത്രം പേ ചെയ്തിട്ട് പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കഫേയിലേക്ക് വന്നയാൾ ഒരാൾ കുടിച്ച ഒഴിഞ്ഞ കപ്പ് വെച്ച് ഒരു കോഫി മാറ്റിയെടുക്കുന്നു. എന്നിട്ട് വെയിറ്റർ ട്രേയുമായി തിരിഞ്ഞതും അതിൽ നിന്നൊരു ബന്നും എടുക്കുന്നു. മാത്രമല്ല മറ്റൊരാൾ അവിടെ വെച്ചിരുന്ന കോയിൻസ് എടുത്ത് ടിപ്പായി കൊടുത്തിട്ട് പോകുന്നു. പെട്ടെന്ന് തിരിഞ്ഞതുകൊണ്ട് എതിരെ വന്നയാളുമായി കൂട്ടിയിടിക്കുന്നു. അപ്പോൾ അറിയാതെ അയാളുടെ ചുണ്ടിലിരുന്ന സിഗരറ്റ് ഇയാളുടെ പാന്റിനകത്ത് വീഴുന്നു. പുറത്തേക്ക് വന്നതിന് ശേഷമാണ് എന്തോ പ്രശ്നമുള്ളതായി തോന്നുന്നത്. അയാൾ വെപ്രാളത്തോടെ തീ അണയ്ക്കാനായി എന്തൊക്കെയോ ചെയ്യുന്നു. അവസാനം അവിടെ ഇരുന്ന ബോട്ടിലിൽ നിന്ന് വെള്ളം എടുത്തൊഴിക്കുന്നു. അതിനുശേഷം റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ മറ്റൊരു കടയുടെ ഓണർ അയാളെ കള്ളൻ എന്ന് പറഞ്ഞ് ഓടിക്കാൻ തുടങ്ങുന്നു. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഒരു ബാൽക്കണിയുടെ അടിയിൽ തൂങ്ങി നിൽക്കുന്നു. ഒരു ദിവസം അയാൾ തന്റെ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ ഒരു ചെയിൻസോയും എടുക്കുന്നു. അയാളെ കണ്ട പ്രായമായ ഈ ലേഡി അയാൾ ഒരു കില്ലറാണെന്ന് വിചാരിച്ച് പേടിക്കുന്നു. അതേസമയം തന്നെ അറിയാതെ അയാളുടെ കൈതട്ടി ആ മെഷീൻ ഓൺ ആവുകയും ചെയ്യുന്നു. ബാലൻസ് നഷ്ടമായ അയാൾ ആ ലേഡിയുടെ നേരെ പോകുന്നു. പേടിച്ചുപോയ ലേഡി അവിടെ നിന്ന് ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അയാളെ പറ്റി അന്വേഷിച്ച പോലീസിന് അയാളുടെ CCTV ഫുട്ടേജ് കിട്ടുന്നു. അതിൽ അയാൾ വളരെ സ്ട്രേഞ്ച് ആയി ബിഹേവ് ചെയ്യുന്നത് കണ്ട പോലീസ് അയാളെ കുറ്റവാളിയായി അനൗൺസ് ചെയ്ത് TV-യിൽ ഫോട്ടോ കാണിക്കുന്നു.